റോക്കറ്റ് ആരാധകർക്കിടയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ കമ്പനിയാണ് സ്പേസ് എക്സ് എന്നറിയപ്പെടുന്ന സ്പേസ് എക്സ്പ്ലോറേഷൻ ടെക്നോളജീസ് കോർപ്പറേഷൻ. 2002-ൽ എലോൺ മസ്കാണ് ഈ കമ്പനിയുടെ തുടക്കം കുറിച്ചത്. സ്ഥാപിതമായതിന് പിന്നാലെ തന്നെ നിരവധി നേട്ടങ്ങൾ കൈവരിച്ച സ്പേസ് എക്സിന്റെ 18 വർഷത്തെ ചരിത്രമാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. സ്പേസ് എക്സ് എന്ന പേര് പോലും ഇല്ലാതിരുന്ന 2001-ൽ തന്നെ 3 പതിറ്റാണ്ട് പ്രായമുള്ള എലോൺ മസ്കിന്റെ മനസ്സിൽ ഒരു സ്വപ്നം തുടങ്ങിയിരുന്നു. Becoming a multiplanetary species can happen. I think, the point at which it becomes an exothermic reaction is if you can reduce the cost of moving to Mars, which is, I think, the only realistic possibility. അതോടൊപ്പം മാർസിൽ ഒരു ഓസിസ് നിർമ്മിക്കാനുള്ള ആശയവും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. വിത്തുകൾ അടങ്ങിയ ഒരു ചെറിയ ഹരിതഗ്രഹം മാർസിലേക്ക് അയക്കുക എന്നതായിരുന്നു പദ്ധതി. ഈ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഒരു റോക്കറ്റ് വേണം, അതും വില കുറഞ്ഞത്. ഈ ലക്ഷ്യത്തോടെയാണ് 2002 ഫെബ്രുവരിയിൽ എലോൺ മസ്ക് റഷ്യയിലേക്ക് പോയത്. അന്തർമഹാദ്വീപ് ബാലിസ്റ്റിക് മിസൈലുകൾ വാങ്ങാനായിരുന്നു പദ്ധതി. ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ അത് ബഹിരാകാശത്തേക്ക് പേലോഡുകൾ അയക്കാൻ സാധിക്കുമെന്നായിരുന്നു കണക്ക് കൂട്ടൽ. So I ended up going to Russia 3 times to try to buy the biggest ICBM in the Russian nuclear fleet. So I actually did negotiate a deal to buy 2 of the ICBMs minus the nukes. 3 തവണയായി റഷ്യയിലെത്തി അവർക്ക് വലിയ ആയുധശാലയിലെ ഏറ്റവും വലിയ മിസൈൽ വാങ്ങാൻ ശ്രമിച്ചു. 2 മിസൈലുകൾ വാങ്ങാൻ തീരുമാനിച്ചെങ്കിലും റഷ്യക്കാർ ഒരു മിസൈലിന് $8 ദശലക്ഷം വിലയിട്ടു. അത് കേട്ട് മസ്കിന് ഞെട്ടൽ തന്നെയായിരുന്നു. തിരിച്ചു പോകുന്ന വഴിയിൽ വിമാനത്തിൽ വെച്ചാണ് അദ്ദേഹത്തിന് ഒരു തോന്നലുണ്ടായത്. ഒരു റോക്കറ്റ് നിർമ്മിക്കുന്നതിന് അന്നത്തെ വിലയുടെ 3% മാത്രം മതിയാകുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സ്വന്തമായി റോക്കറ്റ് നിർമ്മിക്കുക എന്നതായി പുതിയ ലക്ഷ്യം. റോക്കറ്റ് ശാസ്ത്രത്തിൽ പ്രാഗൽഭ്യമുള്ളവരെ കണ്ടെത്തേണ്ടി വന്നു. ആദ്യം എത്തിയത് ലോകത്തിലെ മുൻനിര സ്പേസ് ക്രാഫ്റ്റ് പ്രൊപ്പൽഷൻ വിദഗ്ധനായ ടോം മുള്ളറാണ്. പിന്നാലെ സ്പേസ് ഗവേഷണത്തിൽ പ്രാഗൽഭ്യമുള്ള മെക്കാനിക്കൽ എഞ്ചിനീയർ ഗ്വിൻ ഷോട്ട്വെല്ലും എത്തി. 2002 മെയ് 8-ന് കാലിഫോർണിയയിൽ സ്പേസ് എക്സ് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തു. തന്റെ $100 ദശലക്ഷം സ്വന്തം പണം കമ്പനിയിൽ നിക്ഷേപിച്ചു എലോൺ മസ്ക്. How much of your personal fortune have you poured into this? $100 million. $100 million into something that you did not believe would work at the beginning. Yes. റോക്കറ്റ് നിർമ്മാണം തുടങ്ങി. 2003-ൽ മെർലിൻ എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ചു. ആദ്യ റോക്കറ്റിന് ഫാൽക്കൺ 1 എന്ന് പേരിട്ടു. ആദ്യഘട്ടത്തിൽ മെർലിൻ എഞ്ചിനും 2ാം ഘട്ടത്തിൽ കെസ്ട്രൽ എഞ്ചിനും ഉപയോഗിച്ചു. ഇന്ധനമായി റോക്കറ്റ് കെരോസിൻ, ഓക്സിഡൈസറായി ദ്രാവക ഓക്സിജൻ. 2003 നവംബറിൽ ആദ്യ വിക്ഷേപണം നടത്താനായിരുന്നു പദ്ധതി. പക്ഷേ അത് നീണ്ടുപോയി. 3 വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം 2006 മാർച്ച് 24-ന് ആദ്യ വിക്ഷേപണം നടന്നു. ഫാൽക്കൺ സാറ്റ് 2 എന്ന ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ ഒരു മിനിറ്റിനുള്ളിൽ പരാജയം. ആദ്യഘട്ടത്തിലെ ഇന്ധന ലൈൻ പൊട്ടിയതാണ് കാരണം. വിക്ഷേപണ വീഡിയോയിൽ കാണാം, റോക്കറ്റ് പതുക്കെയാണ് ഉയർന്നത്, പിന്നീട് പെട്ടെന്ന് താഴേക്ക് വന്നു. 2ാമത്തെ ശ്രമം 2007 മാർച്ച് 24-ന്. ഇത്തവണ ആദ്യഘട്ടം ശരിയായി പ്രവർത്തിച്ചു. പക്ഷേ 2ാം ഘട്ടത്തിലേക്ക് വേർപെടുമ്പോൾ പ്രശ്നം. ആദ്യഘട്ടത്തിലെ ഒരു ഭാഗം 2ാം ഘട്ടത്തെ തട്ടി. എങ്കിലും വിക്ഷേപണം തുടർന്നു. പക്ഷേ എഞ്ചിൻ പെട്ടെന്ന് നിന്നു. ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ല. എങ്കിലും 95% സംവിധാനങ്ങളും ശരിയായി പ്രവർത്തിച്ചു. 3ാമത്തെ ശ്രമം 2008 ആഗസ്റ്റ് 3. അമേരിക്കൻ വ്യോമസേനയുടെ ട്രെയിൽ ബ്ലേസർ ഉപഗ്രഹവും 2 നാനോ ഉപഗ്രഹങ്ങളുമായിരുന്നു പേലോഡ്. ഈ തവണ വേർപെടൽ ശരിയായി. പക്ഷേ ആദ്യഘട്ടത്തിലെ അവശേഷിച്ച ഇന്ധനം പൊട്ടിത്തെറിച്ചു. അത് 2ാം ഘട്ടത്തെ തട്ടി. 3 തോൽവികളോടെ സ്പേസ് എക്സ് തകർന്നടിഞ്ഞു. അവശേഷിച്ച പണം കൊണ്ട് 2008 സെപ്റ്റംബർ 28-ന് 4ാമത്തെ ശ്രമം. 165 കിലോഗ്രാം തൂക്കമുള്ള ഡെമോസാറ്റ് വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചു. തോൽവികളിലൂടെയാണ് വിജയത്തിലേക്കുള്ള വഴി എന്നത് സ്പേസ് എക്സ് ലോകത്തിന് തെളിയിച്ചു. 3 തോൽവികൾക്കു ശേഷം നിങ്ങൾ ഇത് നിർത്തണമെന്ന് തോന്നിയില്ലേ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. When you had that 3rd failure in a row, did you think, I need to pack this in? Never. Why not? I don't ever give up. I mean, I'd have to be dead or completely incapacitated. But when critics say you can't do this, your answer to them is, we've done it. സ്വന്തമായി റോക്കറ്റ് നിർമ്മിച്ച് ബഹിരാകാശത്തെ തൊട്ട ആദ്യത്തെ കമ്പനിയാണ് സ്പേസ് എക്സ്. ഫാൽക്കൺ 1 എന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചതിന് ശേഷമാണ് നാസയിൽ നിന്ന് $160 കോടി കരാർ സ്പേസ് എക്സിന് ലഭിക്കുന്നത്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് കാർഗോകൾ എത്തിക്കാൻ കുറഞ്ഞത് 12 തവണയെങ്കിലും വിക്ഷേപണം നടത്തണം. പിന്നീട് അടുത്ത റോക്കറ്റ് നിർമ്മാണത്തിലേക്ക് സ്പേസ് എക്സ് തിരക്കി. ഫാൽക്കൺ 9 എന്നായിരുന്നു പേര്. 2 ഘട്ടങ്ങളുള്ള റോക്കറ്റാണിത്. ആദ്യഘട്ടത്തിൽ 9 മെർലിൻ എഞ്ചിനും 2ാം ഘട്ടത്തിൽ ഒരു വാക്യൂം ഒപ്റ്റിമൈസ്ഡ് മെർലിൻ എഞ്ചിനുമുണ്ട്. ഫാൽക്കൺ 9 വേർഷൻ 1.0യുടെ ടെസ്റ്റ് ഫ്ലൈറ്റ് 2010 ജൂൺ 4-ന് വിജയകരമായി.
ആദ്യഘട്ടത്തെ പാരച്യൂട്ട് ഉപയോഗിച്ച് സമുദ്രത്തിലേക്ക് ഇറക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2011 അവസാനം ആദ്യഘട്ടം തിരിച്ചെത്തിക്കാനുള്ള പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു. പാരച്യൂട്ട് ഉപേക്ഷിച്ച് പ്രൊപ്പൽഷൻ പവർഡ് ഡിസെന്റ് ആയി മാറ്റി. സബ് ഓർബിറ്റൽ ഗ്രാസ്ഹോപ്പർ റോക്കറ്റ് ഉപയോഗിച്ച് ആദ്യത്തെ റീയൂസബിൾ ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്തി. 2010 മുതൽ 15 വരെ ഫാൽക്കൺ 9 19 തവണ വിക്ഷേപിച്ചു. അതിൽ ഒന്ന് മാത്രം പരാജയപ്പെട്ടു. 2015 ഡിസംബർ 22-ന് ഓർബികോം സാറ്റലൈറ്റ് വിക്ഷേപിച്ച് ബൂസ്റ്റർ സ്റ്റേജ് കാലിഫോർണിയയിലെ ഗ്രൗണ്ട് പാഡിൽ ഇറക്കി. ഇന്ന് ഒരു ഫാൽക്കൺ 9 വിക്ഷേപണത്തിന് $62 ദശലക്ഷം ചിലവ് വരും. മറ്റ് റോക്കറ്റുകളെ അപേക്ഷിച്ച് വളരെ കുറവ്. ഫാൽക്കൺ 9 ബൂസ്റ്റർ വീണ്ടും ഉപയോഗിച്ചാൽ ഒരു വിക്ഷേപണത്തിന് $30 ദശലക്ഷം മതിയാകും. 2010 മുതൽ 16 വരെ ഫാൽക്കൺ 9-ൽ നിരവധി മാറ്റങ്ങൾ വന്നു. ഫാൽക്കൺ 9 വേർഷൻ 1.1 ഇപ്പോൾ ഫാൽക്കൺ 9 ബ്ലോക്ക് 5 ആയി മാറി. ഇതുവരെ ഫാൽക്കൺ 9 കുടുംബം 93 തവണ വിക്ഷേപിക്കപ്പെട്ടു. 91 വിജയകരം, 1 ഭാഗികമായി പരാജയം, 1 പൂർണ്ണമായും പരാജയം. ഭാരമുള്ള സാറ്റലൈറ്റ് വിക്ഷേപിക്കണമെങ്കിൽ എന്തു ചെയ്യും? ശക്തമായ റോക്കറ്റ് നിർമ്മിക്കും. പക്ഷേ സ്പേസ് എക്സ് 3 ഫാൽക്കൺ 9 റോക്കറ്റുകൾ ചേർത്ത് ഫാൽക്കൺ ഹെവി എന്ന പുതിയ റോക്കറ്റ് നിർമ്മിച്ചു. 2018 ഫെബ്രുവരി 6-ന് ആദ്യ വിക്ഷേപണം. ടെസ്ല റോഡ്സ്റ്റർ എന്ന കാറും സ്റ്റാർമാൻ എന്ന ഡമ്മി മനുഷ്യനും പേലോഡായി അയച്ചു. 2 ബൂസ്റ്റർ സ്റ്റേജുകൾ ഗ്രൗണ്ട് പാഡിൽ ഇറക്കി. കോർ സ്റ്റേജിന് പരാജയം. ഇതുവരെ ഫാൽക്കൺ ഹെവി 3 തവണ വിജയകരമായി വിക്ഷേപിച്ചു. വിജയനിരക്ക് കണ്ട് നാസ സ്പേസ് എക്സിന് കരാർ നൽകി, ബഹിരാകാശ സഞ്ചാരികളെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് അയക്കാൻ. 2014 സെപ്റ്റംബർ 16-ന് നാസ പ്രഖ്യാപിച്ചു 2600 ദശലക്ഷം കരാർ. ക്രൂ ഡ്രാഗൺ എന്ന പേടകം വികസിപ്പിച്ചു. 2020 മെയ് 30-ന് നാസ ബഹിരാകാശ സഞ്ചാരികളായ ഡഗ്ലസ് ഹാർലിയെയും റോബർട്ട് ബെൻഗനെയും വിക്ഷേപിച്ചു. ആദ്യത്തെ സ്വകാര്യ കമ്പനി എന്ന നിലയിൽ ബഹിരാകാശ സഞ്ചാരികളെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് അയച്ചു. 9 വർഷത്തിന് ശേഷം അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ ക്രൂഡ് വിക്ഷേപണം. മാർസിലേക്ക് മനുഷ്യനെ അയക്കാനുള്ള സ്വപ്നം മറന്നില്ല എലോൺ മസ്ക്. സ്റ്റാർഷിപ്പ് എന്ന പേടകം 2007-ൽ വികസിപ്പിച്ചു തുടങ്ങി. നിർമ്മാണം പുരോഗമിക്കുന്നു. ടെക്സാസിലെ നിർമ്മാണ സ്ഥലം വളരെ വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നു. സ്പേസ് എക്സിന്റെ യാത്ര തുടരുന്നു. വളരെ വേഗത്തിൽ വളരുന്നു. മാർസിൽ മനുഷ്യനെ ഇറക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു.